കോഴിക്കോടിന്റെ സിനിമാ ചരിത്രം തുടങ്ങിയ 1906 മുതലക്കുളത്ത് ടിക്കറ്റ് വെച്ച് നടത്തിയ സിനിമാ പ്രദർശനം കോക്കോ ചലച്ചിത്രമേളയിലെ ഓപ്പൺ ഫോറം ഓർത്തെടുത്തു. കോഴിക്കോടിന്റെ ചരിത്രം മലയാള സിനിമയിൽ എന്ന ഓപ്പൺ ഫോറത്തിൽ അനിൽകുമാർ തിരുവോത്താണ് ഇത് പരാമർശിച്ചത്. 1906 തൃശൂരിൽ നിന്നും വന്ന പോൾ വിൻസെന്റ് എന്ന വ്യക്തി ബയോസ്കോപ്പ് ഉപയോഗിച്ച് മുതലക്കുളം മൈതാനത്ത് നടത്തിയ ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശനമാണ് കോഴിക്കോട്ടെ ആദ്യ സിനിമാ കാഴ്ചയെന്നും ഇത് തന്നെയായിരുന്നു കേരളത്തിലെ ആദ്യ സിനിമാ പ്രദർശനമെന്നും അനിൽകുമാർ പറഞ്ഞു. 1906 കോഴിക്കോടിന്റെ സിനിമാ ചരിത്രം ആരംഭിക്കുന്നത്. തൃശ്ശൂരുകാരനായ പോൾ വിൻസെന്റ് ബയോസ്കോപ്പുമായി വന്ന് മുതലക്കുളം മൈതാനിയിൽ ഒരു കൂടാരം കെട്ടി അതിൽ ടിക്കറ്റ് വെച്ച് കോഴിക്കോട്ടുകാരെ സിനിമ കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനിമാ പ്രദർശനമാണ് പോൾ വിൻസെന്റ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ ഇവിടെ വന്നത്. അത് വന്ന് ബയോസ്കോപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. ബയോസ്കോപ്പ് വെച്ച് സിനിമ ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. കോഴിക്കോടിനെ ഏറ്റവും നന്നായി സ്വാംശീകരിച്ച സിനിമ അങ്ങാടിയാണെന്ന് KP സുധീര അഭിപ്രായപ്പെട്ടു. ഈ അങ്ങാടി എന്ന സിനിമ അദ്ദേഹം തിരക്കഥ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കോഴിക്കോടിന്റെ ഒരു പരിച്ഛേദമാണ്. പ്രാദേശികമായ ചരിത്രം സിനിമയ്ക്ക് അപ്രാപ്യമാണെന്നും സിനിമയ്ക്ക് ഒരു ദേശത്തിന്റെ പരിധിയില്ലെന്നും A. രത്നാകരൻ ചൂണ്ടിക്കാട്ടി. സിനിമ പ്രാദേശികമല്ല, ചരിത്രവും പ്രാദേശികമല്ല. ചരിത്രം അത് വലിയ വിപുലമായ രീതിയിലുള്ളതാണ്. കണ്ടംപെച്ചക്കോട്ട്, ഉണ്ണിയാർച്ച മുതൽ കോഴിക്കോട്ടുകാരുടെ പ്രധാന കയ്യൊപ്പ് പതിഞ്ഞ സിനിമകളെക്കുറിച്ച് ജാനമ്മ കുഞ്ഞുണ്ണി സംസാരിച്ചു. ഉണ്ണിയാർച്ചയിൽ കണ്ട ഉണ്ണിയാർച്ച, പുത്തൂരങ്ങേറ്റിലെ അരോണച്ചവരുടെ സഹോദരി ഉണ്ണിയാർച്ച, അവർക്കുണ്ടായിട്ടുള്ള ഒരു ബിംബകൽപ്പനയുണ്ട്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ തന്നെ പ്രതിഫലനം ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ കോഴിക്കോടിന്റെ സംഭാവനകളായ പ്രസിദ്ധ ചലച്ചിത്രകാരന്മാർക്കൊപ്പം ഒന്നോ രണ്ടോ സിനിമയിൽ മുദ്ര പതിപ്പിച്ച ഡോക്ടർ ബാലകൃഷ്ണൻ, K. പത്മനാഭൻ നായർ, പള്ളിക്കര VP മുഹമ്മദ്, SR രവീന്ദ്രൻ, മുഷ്താഖ് തുടങ്ങിയവരെയും MN കാരശ്ശേരി തിരക്കഥ എഴുതിയ 14-ാം രാവ് എന്ന സിനിമയെക്കുറിച്ചും ഓപ്പൺ ഫോറം പരാമർശിച്ചു. ഭുവനേശ്വരി മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.